നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ചെയിൻ കുക്കിംഗ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയായ ഒരു ഗ്രീൻ പീസ് മസാല കറിയാണ്. ധാബ സ്റ്റൈൽ കറിയാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. തേങ്ങ ഒരു സ്വല്പം പോലും ഇതിൽ ചേർക്കുന്നില്ല. തേങ്ങ ചേർക്കാതെ തന്നെ നല്ല കുറിയ കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ആദ്യം തന്നെ നമുക്ക് കറിക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 വലിയ സവോളയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സവോള 4ആയി കീറി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കനം കുറച്ച് അരിയേണ്ട ആവശ്യമില്ല. പച്ചക്കറി അരിയുവാനും അതുപോലെ തന്നെ വഴറ്റുവാനും ഒക്കെ മടിയുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു മസാലക്കറിയാണിത്. സവോള ഒന്ന് ചെറുതായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് 4 വെളുത്തുള്ളി നടുവേ കീറിയത് ഇട്ട് കൊടുക്കുക. അതുകൂടാതെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചെറുതായി കഷ്ണമാക്കിയത് ഇട്ട് കൊടുക്കുക. അതുപോലെ 2 പച്ചമുളക് ഇവ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഒരു മീഡിയം സൈസ് തക്കാളി നമുക്ക് അരിഞ്ഞെടുക്കാം. സവോള വാടി കിട്ടുന്ന സമയം കൊണ്ട് തക്കാളി നമുക്ക് അരിഞ്ഞെടുക്കാം. തക്കാളി കൂടി നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. തക്കാളി കൂടി ഒന്ന് വാടി കിട്ടുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളി ഇപ്പം വെന്ത് കാണും. നമുക്ക് തുറന്ന് നോക്കാം. തക്കാളി കുക്കായിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ വാടിയിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം. ഇതിൻ്റെ ചൂട് നാറുന്നതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗ്രീൻ പീസ് 2 തരം നമുക്ക് മേടിക്കാൻ കിട്ടും. ഉണക്ക ഗ്രീൻ പീസും അതുപോലെ തന്നെ പച്ച ഗ്രീൻ പീസും. ഉണക്ക ഗ്രീൻ പീസാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 6 മണിക്കൂർ മുമ്പ് തന്നെ അത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. അതിനുശേഷം ഉപ്പിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. പച്ച ഗ്രീൻ പീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മസാലയിലേക്ക് ഡയറക്റ്റ് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പച്ചക്കറിയുടെ ചൂടെല്ലാം ആറി ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വഴറ്റിയെടുത്ത അതേ എണ്ണ തന്നെയാണ് ഞാൻ കറിക്കുമായി ഉപയോഗിക്കുന്നത്. എണ്ണ വീണ്ടും ചൂടാക്കുക. അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഒന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്പൈസസുകളൊക്കെ ചേർത്ത് കൊടുക്കണം. എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. കറിവേപ്പിലയും മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾ എടുക്കുന്ന ഗ്രീൻ പീസിൻ്റെ അളവിനനുസരിച്ച് എരിവ് ചേർത്ത് കൊടുക്കുക. ആദ്യം പച്ചക്കറിയുടെ കൂടെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക. മുളക് പൊടി മൂപ്പിച്ച് ചേർക്കുന്നത് കറിക്ക് നല്ലൊരു കളർ കിട്ടുവാൻ കൂടി വേണ്ടിയാണ്. അതുകൊണ്ട് എരിവ് അനുസരിച്ച് പച്ചമുളകിലാണ് വ്യത്യാസം വരുത്തേണ്ടത്. മുളക് പൊടിയിൽ ചേഞ്ച് വരുത്തരുത്. മുളക് പൊടി കുറഞ്ഞു കഴിഞ്ഞാൽ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടുകയില്ല. അതുകൊണ്ട് എരിവ് കുറവ് മതിയെങ്കിൽ പച്ചമുളക് ചേർക്കാതിരിക്കുക. മുളക് പൊടി മാത്രം ചേർത്താൽ മതി. നമ്മുടെ ഗ്രേവി നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ബാക്കി മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇവയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിക്ക് നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഈ നമ്മൾ ഇട്ട് കൊടുത്ത മസാലകളുടെ പച്ചമണം മാറണം.
ഇപ്പോൾ നല്ല ഗ്രേവിയൊക്കെ നല്ല കുറുകി തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ എണ്ണയിൽ മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കിയതിന് ശേഷമാണ് ഗ്രേവി ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് വ്യത്യസ്തമായാണ് ഈ ഗ്രേവി ഉണ്ടാക്കുന്നത്. ഈ മല്ലിയുടെയൊക്കെ മണം ഇങ്ങനെ ആ ഗ്രേവിയിൽ നിറഞ്ഞു നിൽക്കണം, എങ്കിൽ മാത്രമേ കറിക്ക് ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. 2 കപ്പ് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ച ഗ്രീൻ പീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുക. ഉണക്ക ഗ്രീൻ പീസ് ആണെങ്കിൽ അത് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ ഉണക്ക ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. ഗ്രീൻ പീസ് കുറേശ്ശെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസിൽ മസാലകളൊക്കെ നന്നായി പിടിച്ചു തുടങ്ങി. ഇതിലേക്ക് 1 സ്പൂൺ ബട്ടർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ബട്ടർ ആവിയിൽ നന്നായി ഉരുകി കറിയിലേക്ക് ചേരും. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ലാസ്റ്റാണ് ബട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എങ്കിലേ കറിക്ക് ആ ബട്ടറിൻ്റെ ടേസ്റ്റ് നന്നായി കിട്ടുകയുള്ളൂ. ബട്ടർ ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബട്ടർ ചേർത്ത് കുക്ക് ചെയ്യാനാണ്. ബട്ടർ ചേർക്കുമ്പോഴാണ് ഈ മസാലക്കറിക്ക് ആ പ്രത്യേക രുചി കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ബട്ടറൊക്കെ നന്നായി മെൽറ്റായി അത് ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസ് മസാലക്കറി റെഡിയായിരിക്കുകയാണ്. ഇത് നന്നായി ഇളക്കി ചേർക്കാം. കണ്ടാൽ തന്നെ അറിയാം, വളരെ ടേസ്റ്റിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. എല്ലാവരും സേഫായിരിക്കുക. താങ്ക് യു സോ മച്ച്.